കാലം അനക്കാൻ കഴിയൂല. വാരിങ്ങനെ സ്പൂണിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക ഉമ്മാക്ക്. ചുണ്ടിങ്ങനെ നനക്കി കുടിക്കാൻ കഴിയൂല. അത് കഴിയുമ്പോ ചുണ്ട് വാ തുറക്കുന്നില്ല. അപ്പൊ ചുണ്ടിലേക്ക് തുണി മുക്കിയിട്ട് വെള്ളം മുക്കിയിട്ട് ചുണ്ടിലിങ്ങനെ തേച്ചു കൊടുക്കാം. അപ്പോഴേ അത് ചെയ്യുള്ളൂ. മരിക്കാറാകണം, എന്നാലേ ഉമ്മാക്കും വാപ്പാക്കും വല്ല ഹിദ്മത്ത് എടുക്കുള്ളൂ. അങ്ങനത്തെ മക്കളുള്ള കാലഘട്ടം അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും അല്ല, അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പാക്കും ഉമ്മാക്ക് ഹിദ്മത്ത് എടുക്കുന്ന മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൊള്ളയിലോട്ട് വെള്ളം എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഗൾഫിൽ നിന്ന് ഓടുന്നോടുന്നൊക്കെ ഓടിച്ചാടി അപ്പോഴെല്ലാവരും കൊടുക്കാൻ നിൽക്കുക. അതുവരെ ഒരു ഖിദ്മത്തും ഇല്ല. ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ പോലും വാപ്പയും ഉമ്മയും കണ്ടൊന്ന് സന്തോഷിപ്പിക്കാൻ ഒരൊറ്റ മക്കളും ഇല്ല. ഇളയ മോനല്ലേ കുടുംബം ഉള്ളത്, അതുകൊണ്ട് അവൻ നോക്കിക്കോട്ടെ ഉമ്മായെ ഉപ്പായെ, നമുക്ക് കുടുംബമൊന്നുമില്ല, അള്ളാഹത്ത് നമ്മൾ ഒറ്റത്തടിയ, നമ്മൾ വലിയ പ്രാരാബ്ധക്കാരനാ എന്ന് പറഞ്ഞ് മാറിപ്പോകരുതേ. നിന്റെ ഉമ്മയും ഉപ്പയും നിനക്ക് ഉമ്മയും ഉപ്പയും. ഇളയ മോനെ കുടുംബമുള്ള അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നീ പോകാൻ പാടില്ല. നിന്റെ ഉമ്മയും ഉപ്പയും നീ ഖിദ്മത്ത് എടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മരിക്കുന്ന സമയത്ത് വല്ലാത്തൊരവസ്ഥയായിരിക്കും. ആ സമയത്ത് മലക്ക് വന്നുകൊണ്ട് ചോദിക്കാം, നിന്റെ ശരീരത്തിന് എന്ത് പറ്റി, നിന്റെ ശരീരത്തിന് എന്ത് പറ്റി. ഇത് നമ്മൾ ഈ സമയത്ത് മാത്രമേ ഇതിന് മറുപടി കൊടുക്കണം. നാളെ പാരത്രിക ലോകത്തെത്തുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലയോ, ഇന്ന അവ്വല മാ യുസ്അലു അനിൽ അബ്ദി യൗമൽ ഖിയാമ, ഇന്ന അവ്വല മാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമ അനിൻ നഈം. നാളെ പാരത്രിക ലോകത്ത് പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിലെത്തുമ്പോ മഹ്ശറാബൻ സഭയിൽ സർവരും വിറഞ്ഞു കുളിക്കുന്നതാകുന്ന വേളയിൽ കത്തിച്ചൊലിക്കുന്നതാകുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയോട് ചോദിക്കുമത്രേ, ജനങ്ങളോട് ചോദിക്കുമത്രേ, നമ്മളോട് പടച്ച റബ്ബ് ചോദിക്കുമത്രേ, അനിൻ നഈം, പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹത്തെ പറ്റി ചോദിക്കുമത്രേ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. ഇന്ന് നീ ദുനിയാവിൽ ഒരുപാട് ഭക്ഷണങ്ങൾ നീ വേസ്റ്റ് ആക്കി കളഞ്ഞവനല്ലയോ? എത്രയോ കല്യാണത്തിന്റെ സദസ്സിൽ നിന്റെ ബുഫേ സൽക്കാരത്തിലൂടെ എത്രയോ ഭക്ഷണങ്ങളാണ് നീ വേസ്റ്റ് ആക്കി കളഞ്ഞത്. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന സഹോദര പാടില്ല എന്ന് ഉലമാക്കൾ പറയുമ്പോ, റസൂലുള്ളാഹി പറയുമ്പോ ആ വാക്കുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിന്നുകൊണ്ട് അര ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ബാക്കി നിസ്സാരമായിട്ട് വെള്ളത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കളയുന്നവരെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയതാകുന്ന അനുഗ്രഹത്തെ പറ്റി ചോദിക്കുമത്രേ. അലം നുസഹി ജിസ്മക വനുറവ്വിക മിനൽ മാഇൽ ബാരിദി. നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയിരുന്നില്ലയോ? ആരോഗ്യമുള്ള ശരീരമല്ലായിരുന്നു നിനക്ക്? എന്തേ നിനക്ക് അമൽ ചെയ്തുകൂടായിരുന്നു? പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഓടി വരാനുള്ള ആരോഗ്യം പടച്ച റബ്ബ് നിനക്ക് നൽകിയിട്ടില്ലയോ? ചെറുപ്പക്കാരാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് തട്ടമിട്ടുകൊണ്ട് ഒതുവെടുത്തുകൊണ്ട് വീടിന്റെ കത്തളത്തിൽ കയറി ആദ്യ വക്കത്തിൽ തന്നെ പെണ്ണെ നിനക്ക് നമസ്കരിക്കാൻ കഴിയുമായിരുന്നല്ലോ. നീ ആ സമയത്ത് കാസർഗോഡിന്റെ തെരുവോരങ്ങളിലൂടെ കറങ്ങി നടന്നില്ലയോ? നിന്റെ സമയങ്ങൾ നീ അനാവശ്യമായി നീ മാറ്റി ചിന്തിച്ചില്ലയോ? സീരിയൽ കണ്ടുകൊണ്ട് സമയം ചെലവഴിച്ച പെണ്ണെ, സിനിമ കണ്ടുകൊണ്ട് സമയം ചെലവഴിച്ച പെണ്ണെ, മാളുകൾ കറങ്ങി സമയം ചെലവഴിച്ച പെണ്ണെ, കൂട്ടുകാരികളുമൊത്ത് സല്ലപിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞ് കൊച്ചു വർത്തമാനം പറഞ്ഞ് വൈകുന്നേര സമയങ്ങളിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ എത്രയോ വിലപ്പെട്ട സമയങ്ങളായിരുന്നു. സൂറത്ത് യാസീൻ ഓതാമായിരുന്നു, ഖബർ സന്തോഷമാകാൻ തബാരക സൂറത്ത് ഓതാമായിരുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി മക്കളോടൊപ്പം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇദാ വഖഅത്തിയ സൂറത്ത് ഓതാമായിരുന്നു. പക്ഷേ അതെല്ലാം നീ കളഞ്ഞു കുടിച്ചില്ലയോ പെണ്ണെ? അതെല്ലാം നീ നഷ്ടപ്പെടുത്തിയില്ലയോ പെണ്ണെ? ഇന്ന് നീ മരണത്തേക്ക് വരികയാണ്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം നുസഹി ജിസ്മക, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയിരുന്നില്ലയോ? എന്ത് ചെയ്തടാ, എന്ത്
ചെയ്തടാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കുമ്പോ അതിന് മറുപടി നൽകാതെ ലാ തസാലു ഖദമാ അബ്ദി, ഒരടിമയുടെ കാല് മഹ്ശറിലേക്ക് വെച്ച കാല് ഒന്ന് വലത്തോട്ട് ഇടത്തോട്ട് ഒന്ന് പിറകിലോട്ട് മുമ്പോട്ട് മാറ്റാൻ പറ്റൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ ആരോഗ്യം ഇന്ന് നിനക്ക് നഷ്ടപ്പെട്ടില്ലയോ? വമാ അളഅഫഹുൽ ഊം, മലക്കവനോട് ചോദിക്കുകയാണ് ഇന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് ആരോഗ്യത്തെ ഇല്ലാതാക്കിയ വസ്തു എന്താണ്? ജിംനേഷ്യത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് 20 മുട്ടയുടെ വെള്ളം അടിച്ച് കിറങ്ങിയവനാ. മഞ്ഞ എടുത്ത് കളയും, കാരണം എന്താ? കൊളസ്ട്രോൾ ആണ്. 20 മുട്ട അടിച്ചോണ്ട് ചെറുപ്പക്കാരായ ആളുകൾ അങ്ങനെ കഴിക്കുക. റാഹത്ത്, പ്രോട്ടീൻ ഒരുപാട് കയറ്റി, ഒരുപാട് നല്ല ആരോഗ്യം. ഈ ആരോഗ്യം കൊണ്ട് എന്ത് ഗുണം? പള്ളി വരുന്നില്ലല്ലോ, നമസ്കരിക്കുന്നില്ലല്ലോ, നോമ്പ് പിടിക്കുന്നില്ലല്ലോ. ശാസ്ത്രം തന്നെ പറയുന്നു, ഒരു വ്യക്തി നോമ്പ് പിടിച്ചാൽ അവന് കിട്ടുന്ന ഗുണങ്ങളെ പറ്റി എത്രയോ ആളുകൾ പറയും, എത്രയോ ഡോക്ടർമാർ പറയുന്നു. അതുകൊണ്ടല്ലേ നമുക്ക് അയ്യാമുൽ ബീദും അയ്യാമുൽ സൂദും ഒക്കെ ഉലമാക്കൾ പഠിപ്പിച്ചു. 13, 14, 15, 27, 28, 29 ഒക്കെ നോമ്പ് പിടിക്കൽ സുന്നത്തായിട്ട് ഉലമാക്കൾ പഠിപ്പിച്ചു. ആരെവിടെ ചിന്തിക്കുന്നു? ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ആരെങ്കിലും അതൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ കളിതമാശയായിട്ട് വിട്ടില്ലേ? മുൻകഴിഞ്ഞു പോയ നമ്മുടെ ഉമ്മമാരതൊക്കെ ചെയ്തിരുന്നില്ലേ? നമ്മുടെ മാതാപിതാക്കൾ അത് മാതൃകയായിരുന്നില്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരെന്തേ തള്ളിക്കളഞ്ഞത്? തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ്, വ്യാഴാഴ്ച ദിവസത്തെ നോമ്പ് ആര് പിടിക്കുന്നു, ആരനുഷ്ഠിക്കുന്നു, ആർക്ക് വേണ്ടി? ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും ചെയ്യുന്നില്ല. നമസ്കാരമില്ല, നോമ്പില്ല, ഒരു കാര്യമില്ല. കഴിഞ്ഞ റമളാനിൽ തന്നെ ഒരുപാട് നോമ്പ് ഖളാ എടുക്കുക, അതുപോലും നമ്മൾ വീട്ടിയിട്ടില്ല. മരിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. മരണത്തിന്റെ സമയത്ത് പൊട്ടിക്കരയുകയാണ്. ചോദിച്ചു പോയി, എന്തിനാണ് മുആദേ നിങ്ങൾ കരയുന്നത്? എന്തിനാണെന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നി ലാ ബകീ ലിബുഖാഇ ദുനിയാ, ഈ ദുനിയാവ് ശേഷിക്കാൻ വേണ്ടിയല്ല ഞാൻ കരയുന്നത്, മറിച്ച് ആഖിറത്തിലേക്കുള്ള അമൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ, എനിക്കത് ശേഷിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരയുകയാണ്. ഞാൻ ഒരുപാട് കാലഘട്ടം ദീനിന്റെ പ്രബോധനവുമായിട്ട് ഞാൻ നടന്ന വ്യക്തിയാണ്. യമനിലേക്ക് പ്രബോധനത്തിന് പോയ വ്യക്തിയാണ്. റസൂലുള്ള മക്കയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി യമനിലേക്ക് പറഞ്ഞയച്ചു. നബിയേ, അവിടുന്ന് ജീവിച്ചിരിക്കുന്നതാകുന്ന സദസ്സിൽ നിന്ന് എനിക്ക് പോകാൻ താല്പര്യമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട മുആദേ, നീ പോകണേ ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. മുആദേ, നീ പോകണേ മുആദേ, നീ കാരണം ഒരാളെങ്കിലും ദീനിലേക്ക് കടന്നു വന്നാൽ അതാണ് ഏറ്റവും ഉത്തമം, അതാണ് ഏറ്റവും കരണീയം. അതുകൊണ്ട് നീ പോകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നിർബന്ധിച്ചതിന്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദീനിന്റെ പ്രബോധനം ചെയ്ത വ്യക്തിയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്ത് ജനങ്ങളുടെ ഹൃദയാന്തരത്തിലേക്ക് കടത്തിവിട്ട വ്യക്തിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ദീനിന്റെ പ്രകാശം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു പോകാൻ പടച്ചറബിനിക്ക് സൗഭാഗ്യം നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്കതിന് കഴിയില്ലല്ലോ. ഞാൻ മരിക്കാൻ പോവുകയല്ലയോ, ഇനി എനിക്കതിന് സാധിക്കില്ലല്ലോ. ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി, വഅദ് കേൾക്കാൻ വേണ്ടി ഇൽമിന്റെ മജ്ലിസിലേക്ക് എനിക്കിനി പോകാൻ കഴിയില്ലല്ലോ. ഈ വഅദിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന ഉമ്മ, ഈ വഅദിന്റെ മജ്ലിസിൽ കടന്നു വന്നതായ ഉപ്പ, 70 കഴിഞ്ഞ സഹോദര, ഇനി 4 നേരം വെളുക്കുമ്പോ നിന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുപോയെങ്കിൽ നീ സന്തോഷിക്കണേ. കാരണം നിന്റെ അവസാനത്തെ രാവ് ഇൽമിന്റെ മജ്ലിസാണ്, അറിവിന്റെ മജ്ലിസാണ്, മരണത്തെ കുറിച്ച് പ്രതിപാദിച്ച മജ്ലിസാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ ദുനിയാവിലെ കച്ചവട ചരക്കുകളെ ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. ദുനിയാവിൽ കൃഷിയോ, ദുനിയാവിൽ എനിക്ക് സമ്പത്തോ കുമിഞ്ഞുകൂടണമെന്ന ആഗ്രഹം എനിക്കില്ല. മറിച്ച് ഞാൻ പൊട്ടിക്കരയാനുള്ള
കാരണം എന്തെന്നറിയുമോ? എനിക്ക് വാഴ് കേൾക്കാൻ പോകാൻ കഴിയില്ലല്ലോ, വാഴ് പഠിക്കാൻ ഇനി സമയമില്ലല്ലോ, ഇനി എനിക്ക് മരണമല്ലയോ, ഇനി ഞാനൊന്നും തന്നെ ചെയ്തില്ലല്ലോ, ഇൽമിന്റെ മജ്‌ലിസിലേക്ക് എനിക്കിനി പോകാൻ കഴിയുമോ? ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കിക്കോളി. അതോർത്തിട്ട് അവര് കരയുന്നത്. നമ്മളോ അല്ലാഹുവേ അടച്ചവനെ എനിക്ക് ആ പുലിമുരുകം കണ്ട് മരിച്ചാൽ മതിയ റഹ്മാനേ, നമ്മളെ എന്താ ഒന്ന് ടി വി വന്നേനെ പടച്ചവനെ, തിയേറ്ററിൽ പോകാൻ നമ്മുടെ ഭർത്താവ് സമ്മതിക്കുന്നില്ല, അല്ലാഹു ടി വി വന്നിട്ട് അതൊന്ന് കണ്ടിട്ട് മരിച്ചാൽ മതിയെ. ഇതാ ചിന്താഗതി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ, നമ്മുടെ ചിന്തയെങ്കിൽ അതല്ല. കഴിഞ്ഞു പോകെ സ്വഹാബത്തിന്റെ ഉലമാക്കളുടെ പണ്ഡിതന്മാരുടെ സച്ചരിതരാകുന്ന ആളുകളുടെ ചിന്താഗതി അതൊന്നുമല്ല. അവർക്കുള്ള ചിന്താഗതി അല്ലാഹുവേ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടായിട്ട് അമലൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ റഹ്മാൻ, ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടായ അമലൊന്നും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇനി എപ്പോഴാ വാഴ് കേൾക്കാൻ പോവാ? ഇനി ഒരു വാഴ് കഴിയുമോ പടച്ചോനെ? എത്ര ആളുകളുണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഇച്ചിലങ്കോടുള്ള എത്രയോ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, പ്രായം ചെന്നവർ, വീട്ടിലിരുന്നവർ കരയുക. സാധു പറഞ്ഞത് എത്ര ശരിയാ. എനിക്കിപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ വാഴിന്റെ മജ്‌ലിസിൽ മുൻ സീറ്റിലിരിക്കില്ലേ? നമ്മുടെ മുൻകഴിഞ്ഞു പോയ എത്ര കാരണവന്മാരുണ്ട് സഹോദരങ്ങളെ, എത്ര ഉമ്മമാരുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. അവർ വാഴിന്റെ മജ്‌ലിസിൽ നേരത്തെ വന്ന് ഇരുന്ന് അവസാനം വാഴ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കാതിലുള്ള കമ്മൽ പറിച്ചിട്ട് ബക്കറ്റിൽ കൊടുത്തിട്ട് ദീനിന് വേണ്ടി ജീവിച്ച ആളുകൾ അവരൊക്കെ ഇന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. എത്ര ആളുകൾ സുഖമില്ലാതെ വരുമ്പോൾ അവർ പറയാം, ഉസ്താദേ എനിക്ക് ഒറ്റ വിഷമമുള്ളൂ, നിസ്കരിക്കാൻ പറ്റില്ല. എത്ര ആളുകൾ ജീവിതത്തിൽ സുഖമുള്ള സമയത്ത് നിസ്കരിക്കാത്ത ആളുകളാ അധികം അങ്ങനെ പറയാം. നല്ല ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിച്ചിട്ടില്ല. എന്റെ ആരോഗ്യം പോകുമ്പോഴത്തേക്ക് ഡിസ്കിനൊക്കെ പ്രോബ്ലം നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ പറയാം, ഉസ്താദേ ഒന്ന് റാഹത്തായിരുന്നു, എനിക്ക് നിസ്കരിക്കാതിരിക്കും. വിത്തറ് 11 റക്അത്ത് നിസ്കരിച്ചോണ്ടിരുന്നു. എവിടെ വിത്തറ് പോയിട്ട് സുബഹി പോലും ഉണ്ടാവില്ല. എന്നിട്ടാ പറയുന്നത്. ചില ആളുകൾ അങ്ങനെ പറയാൻ, ചില ആളുകളുടെ സംസാരം. അപ്പൊ ഉസ്താമാര് കടന്നില്ല, ഉസ്താമാരോട് പറയാം, എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല ഉസ്താദെ, ആകെയുള്ള വിഷമം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗം തന്ന് ബുദ്ധിമുട്ടി പ്രയാസപ്പെടുത്തുമ്പോൾ ആ സമയത്ത് തിരിച്ചു വരാൻ ആഗ്രഹിക്കുക. അതിനു മുമ്പൊന്നും അവനൊന്നും ഒരു ചിന്താഗതിയില്ല. ആ സമയത്ത് ആ ഉമ്മയ്ക്ക് അങ്ങനെ ചിന്താഗതിയില്ല. ആ സമയത്ത് അതുവരെ അവർക്കൊരു ചിന്താഗതിയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആരോഗ്യം വലിയൊരു അമല, വലിയൊരു തൗഫീഖാണ്. ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യം വലിയൊരു തൗഫീഖാണ്. അയ്യുന്നാസി ഖൈറുൻ യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവൻ ആരാണ്? ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടിയ വ്യക്തി ആരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു അത്രേ, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയവനാണ്. കാസർഗോഡുള്ള സഹോദരനാണ്. 50 വയസ്സ് വരെ ജീവിച്ചവനാണ്, 40 വയസ്സ് വരെ ജീവിച്ചവനാണ്, 30 വയസ്സ് വരെ ജീവിച്ചവനാണ്, 25 വയസ്സ് വരെ ജീവിച്ചതാകുന്ന ചെറുപ്പക്കാരനാണ്, സഹോദരനാണ്, സഹോദരിയാണ്. 60ഉം 70ഉം 80ഉം വയസ്സ് എത്തിയതാകുന്ന സഹോദരനാണ്. അതോടൊപ്പം തന്നെ അവന് നമസ്കരിക്കാൻ തൗഫീഖ് കിട്ടിയ വ്യക്തിയുമാണ്. പ്രായപൂർത്തി എത്തിയ സമയം മുതൽ ഒറ്റ നോമ്പും വിട്ടിട്ടില്ല. ഹജ്ജിന് തൗഫീഖ് കിട്ടി. അവന്റെ ആരോഗ്യം കൊണ്ട് അവൻ ഗുണപ്പെടുത്തി, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് നടന്നു തന്നെ ജമാഅത്തിന് വന്നു. ദൂരെയാണ് അവന്റെ വീട്. ബാങ്ക് വിളി ഇങ്ങനെ കേൾക്കുന്നുള്ളൂ ചെറുതായിട്ട്, എങ്ങാലും അവൻ അവിടെ പോകും. ബാങ്ക് കേൾക്കുന്നില്ല എങ്കിലും അവൻ പോകും. ആ തരത്തിലാണ് അവന്റെ പള്ളിയിലേക്ക് പോക്ക്. അത്രത്തോളം ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവനാ. ബാങ്ക് കേൾക്കുന്നില്ല എന്നാൽ പോലും കറക്റ്റ് ആ സമയം നോക്കിയിട്ട് നമസ്കരിക്കുക. അങ്ങനത്തെ ഉമ്മയാണ്. ആരോഗ്യം ഉപയോഗപ്പെടുത്തി ദിക്ർ, ഇബാദത്ത്, മറ്റ് കാര്യങ്ങളുമായിട്ട് ഹജ്ജിന്റെ അമലുകളുമായി മുഖരിതമാകുമ്പോൾ അങ്ങോട്ടുള്ള സഅയ് നടത്തും ഒക്കെ പ്രയാസങ്ങളൊക്കെ സഹിച്ചതാണ്. ആരോഗ്യം കൊണ്ട് അവർ അതിനൊക്കെ ഉപയോഗപ്പെടുത്തി. അങ്ങനെയുള്ളതാകുന്ന വ്യക്തിയാണ് ഏറ്റവും ഉത്തമനെന്ന മുഹമ്മദ് റസൂലുള്ളാഹി. ഒരുപാട് കാലം ജീവിച്ചു. ആ ജീവിച്ച കാലത്തിൽ എന്ത് ചെയ്തു? ഒരുപാട് നന്മകളും ചെയ്തു. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കാരണം എന്താ, നമ്മളിപ്പോ ഒരുപാട് കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ആ നന്മകൾ ഒരുപാട് സായുക്തമാക്കിയോ അത് ചിന്തിക്കും.
നമുക്ക് ഇപ്പോൾ മരണം വരികയാണെങ്കിൽ നമ്മൾ പറയും വേണ്ടെന്ന് പറയും. എന്താ കാരണം? അമല് കുറവാണ് നമുക്ക്, അല്ലേ? ശരിയല്ലേ? അമല് കുറവാണെന്ന് നമുക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്. ഇനി എന്നാ അമല് ചെയ്യാം? നാളെ ചെയ്യോ? ഒരാളോട് ചോദിക്കാൻ, നീ മരിക്കാൻ ഇഷ്ടപ്പെടുന്നോ? മരണപ്പെട്ടുപോയ ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഒരാളോട് ചോദിച്ചാൽ അവൻ പറയില്ല, ഇല്ല, പടച്ചോങ്ങാത്ത നമ്മളില്ല, മരിക്കാൻ നമുക്ക് ആഗ്രഹമില്ല. നീ എന്നാ അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോഴും അവന് മറുപടി എന്താ? അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു.